ആണെങ്കിലും പ്രധാന അഡിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും മദ്യപാനവും പുകവലിയൊക്കെ തന്നെയാണ്. ഈ മദ്യപാനികളുടെ കാര്യം പറയുകയാണെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ പോലും അവരുടെ കയ്യിലാണെന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് അവർ ഈ വെള്ളമടിക്കുന്നത്. ചിലർ പറയുന്നത് മദ്യപാനം പരമ്പരാഗതമാണെന്നാണ്. പറയുന്ന കേട്ടാ തോന്നും ഇതാണ്ട് താളിയോല പോലെ പരിശുദ്ധമായിട്ട് കൈമാറി കിട്ടിയതാണ്. ഈ മദ്യപാനികളുടെ ഒരു സ്ഥിരം ക്ലീശ ഡയലോഗാണ് സായിപ്പുമാരൊക്കെ എന്നും അടിക്കും എന്നൊക്കെ. അവരിത് ഭക്ഷണത്തിന് മുന്നോ പിന്നോ ഓരോന്നൊക്കെയാണ് അടിക്കുന്നത്. നമ്മളിത് പെയിന്റ് അടിക്കുന്ന പോലെ ആദ്യം പ്രൈമർ അടിക്കും, പിന്നെ അടുത്ത കോട്ടടിക്കും, പിന്നെ അതിന്റെ മുകളിൽ അടുത്ത കോട്ടടിക്കും. ഇതങ്ങനെ പൊക്കോണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അവര് ദഹിക്കാൻ വേണ്ടി അടിക്കുന്നു, നമ്മൾ ദ്രവിക്കാൻ വേണ്ടി അടിക്കുന്നു. ഇപ്പോ അതുപോലെ തന്നെ മദ്യപാനി അറിയാതെ എങ്ങനെ കുടി നിർത്താം എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ചിലായിരിക്കും ഇവരുടെ ഭാര്യമാർ. ഇവരറിയാതെ ഇതെങ്ങനെ അടിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ചിലായിരിക്കും ഇവരുടെ ഭർത്താക്കന്മാർ. മെയിനായിട്ട് 2 തരം മദ്യപാനികളാണുള്ളത്. ചിലർ നസീർക്ക് ബസറടിക്കുന്നവരാണ്, അത്യാവശ്യം നല്ല സാധനമൊക്കെ കിട്ടിയാലും അടിക്കത്തുള്ളൂ. ചിലർ സാബുച്ചേട്ടൻ ബസറടിക്കുന്നവരാണ്, തരക്കേടില്ലാത്ത എന്ത് കിട്ടിയാലും അടിക്കും. ഈ പുകവലിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പുകവലിക്കാരെ നമുക്ക് പുട്ടുമായിട്ട് താരതമ്യം ചെയ്യാം. ഈ പുട്ടുകുറ്റിക്കകത്തൂടെ ആവി കയറി ഇറങ്ങി പുക പാറുമ്പോഴാണ് പുട്ട് റെഡിയാവുന്നത്. അതുപോലെയാണ് ചിലർക്ക് ബാത്റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് അകത്തൂടെ പുക കയറി ഇറങ്ങിയാലാണ് അവരുടെ അവിടുത്തെ കാര്യങ്ങൾ റെഡിയാകുന്നത്. ഈ സിഗരറ്റിലെ വിൽസിനോടുള്ള അമിത സ്നേഹം കൊണ്ട് ആദ്യത്തെ കൊച്ചിന് വിൽസൺ എന്ന് വരെ പേരിട്ട ടീംസാണ്. ഇപ്പോ മിഥുനം സിനിമയിൽ മോഹൻലാൽ ഉർവശി അവഗണിക്കുന്ന പോലെ നിവർത്തികേട് കൊണ്ട് പുകവലിക്കാർ അവഗണിക്കുന്ന ഒരു സാധനമായിരിക്കും ഈ സിഗരറ്റിന്റെ കവറിലെ ടൊബാക്കോ കോസസ് ക്യാൻസർ എന്നുള്ളത്. അതുപോലെ ഇതുവരെ ഒരു കോള് പോലും ചെന്നിട്ടില്ലാത്ത ലോകത്തിലെ ഏക നമ്പറായിരിക്കും ഈ സിഗരറ്റിന്റെ കവറിലെ ക്വിറ്റ് ടുഡേ എന്നും പറഞ്ഞ് എഴുതിയേക്കുന്ന പുകവലി നിർത്താനായിട്ട് വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ. ഈ മദ്യപാനവും പുകവലിയുടെ ഒക്കെ ഒരു അഡിക്ഷൻ ലെവല് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തന്ന സമയമാണ് ഈ ലോക്ക്ഡൌണിന്റെ സമയം. കുടിക്കുന്നവന് അടിക്കാനും സാധനമില്ല, വലിക്കുന്നവന് പോയ്ക്കാനും സാധനം ഇല്ലാത്തൊരു സമയം. അത്രയും കാലം പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിച്ചാൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഡയലോഗ് അടിച്ചവരിൽ കുറേയൊക്കെ പേര് ബയോളജിയിൽ ഇൻട്രസ്റ്റ് കാണിച്ച് റേഷൻ കാർഡിൽ അംഗത്വം കൂട്ടി. അത്രയും കാലം കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ ടേബിൾ തേക്കാണോ ഈട്ടിയാണോ എന്ന് വരെ ചോദിച്ചുകൊണ്ടിരുന്നവർ കുക്കറും ശർക്കരയും വെച്ച് കെമിസ്ട്രി വരെ പഠിച്ചു. എന്നാലും ജീവിതത്തിൽ പഠിക്കത്തില്ലെന്ന് വാശിയുള്ളവർ അറിയാവുന്ന അക്ഷരം എല്ലാം കൂടെ കൂട്ടി വായിച്ച് ആൽക്കഹോൾ എന്ന് കണ്ടതൊക്കെ എടുത്ത് കുടിച്ചു. സാനിറ്റൈസർ തൊട്ട് ആര്യവൈദ്യശാലയിൽ അരിഷ്ടം വരെ ഈ സാധനം ഒന്നും കിട്ടാതെ